KTU BTech കെമിസ്ട്രി 2024 സ്കീമിൻ്റെ സപ്ലി എക്സാമിൻ്റെ ചാപ്റ്റർ 1 പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക്ക് ലിഥിയം അയൺ സെല്ല്. ലിഥിയം അയൺ സെല്ല് ആൻഡ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ലിഥിയം അയൺ സെല്ല് എന്ന് പറയുന്നത് നമുക്കറിയാം, മൊബൈലുകളിലെ ലാപ്ടോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സെല്ലാണ് ലിഥിയം അയൺ സെല്ല്. ഇതൊരു റീചാർജബിൾ ബാറ്ററിയാണ്. ഇവിടെ സംഭവിക്കുന്നത് ലിഥിയം അയോൺസ് ആനോഡും കാഥോഡിനും എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു ഡ്യൂറിങ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഇപ്പോൾ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കേസിൽ നമുക്കറിയാം ചാർജ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നടക്കുന്നത് ഡിസ്ചാർജിങ് ആണ്. ഈ രണ്ട് പ്രോസസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ കാഥോഡുണ്ട്, ആനോഡുണ്ട്. കാഥോഡായിട്ട് ഗ്രാഫൈറ്റ് പ്രവർത്തിക്കുന്നു, ആനോഡായിട്ട് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് പ്രവർത്തിക്കുന്നു. ലിഥിയം അയോൺസിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോൺസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യും. അതായത് ചാർജിങ്ങിൽ കാഥോഡ് ടു ആനോഡാണ് ലിഥിയം അയോൺസ് മൂവ് ചെയ്യുന്നത്. ഡിസ്ചാർജിങ് നടക്കുമ്പോൾ നേരെ തിരിച്ച് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ലിഥിയം അയോൺസ് മൂവ് ചെയ്യും. ഈ ലിഥിയം അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് അവിടെ ഒരു ഇലക്ട്രോൺസിൻ്റെ ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇലക്ട്രിക്കൽ കറണ്ട് ഈ ഒരു ഡിവൈസിൽ കൂടി ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ആ ഡിവൈസ് ചാർജ്ഡ് ആവുന്നു. ഓക്കെ, ഇനി ചാർജിങ്ങിൽ സെല്ല് ഇലക്ട്രോലൈറ്റിക് സെല്ലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഡിസ്ചാർജിങ്ങിൽ സെല്ല് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ആപ്ലിക്കേഷൻസ് നോട്ട്ബുക്ക്, കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ യൂസ് ചെയ്യുന്നു. അടുത്തത് ഫ്യൂവൽ സെല്ല്. ഫ്യൂവൽ സെല്ലിൽ ഒരു ഫ്യൂവലിനെ കെമിക്കൽ റിയാക്ഷൻ നടത്തി അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് പ്രവർത്തിക്കുന്നു, ഓക്സിജൻ ഒരു ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതിന് ഓക്സിഡേഷൻ നടത്തുന്ന ഏജന്റ് ആണ് ഓക്സിജൻ. ഇനി ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കൂടി ചേർന്ന് വാട്ടർ ലിക്വിഡ് ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ ആണ് നമ്മുടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷനിൽ രണ്ട് പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളുണ്ട്. ദെൻ ഫോസ്ഫോറിക് ആസിഡ് ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ദെൻ ഇലക്ട്രോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് കാഥോഡിൽ സംഭവിക്കുന്നത് ഓക്സിജൻ പ്ലസ് വാട്ടർ പ്ലസ് 4 ഇലക്ട്രോൺ ഗീവ്സ് 4 OH മൈനസ്. ആനോഡിൽ 2H2 പ്ലസ് 4 OH മൈനസ് ഗീവ്സ് 4H2O പ്ലസ് 4 ഇലക്ട്രോൺ. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് 2H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് 2H2O ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഗ്രാഫൈറ്റിന്റെ പോറസ് ഇലക്ട്രോഡുകളുണ്ട്. ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും വരുന്നു. ദെൻ അവ കൂടിച്ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്നു. അതിൻ്റെ കൂടെ കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോൺസിന്റെ സാന്നിധ്യമുണ്ട്. ആ ഇലക്ട്രോൺസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. വാട്ടർ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ആ വാട്ടർ യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് സ്പേസ് ക്രാഫ്റ്റ് മെഷീനുകളിലൊക്കെ, അപ്പോളോ സ്പേസ് പ്രോഗ്രാമിലൊക്കെ ഈ ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ വാട്ടറിന്റെ ഒരു യൂസിന് കൂടി അത് ഹെൽപ്പ് ചെയ്യും. ദെൻ വെഹിക്കിൾസ്, പവർ പ്ലാന്റുകളിലൊക്കെ ഇത്തരത്തിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് കൊറോഷൻ. കൊറോഷൻ എന്ന് പറയുന്നത് മെറ്റലിന്റെ സ്ലോ ഡിസ്ട്രക്ഷൻ ആണ്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആയിട്ട് വാട്ടർ, മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ആയിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ മെറ്റലുണ്ടാവുന്ന സ്ലോ ഡിസ്ട്രക്ഷൻ ആണ് കൊറോഷൻ. ഇരുമ്പ് തുരുമ്പിക്കുക, വെള്ളി ആഭരണങ്ങൾക്കുണ്ടാവുന്ന മാറ്റം, ഇതൊക്കെ ഈ ഒരു ടാർണിഷിംഗ് ഓഫ് സിൽവർ, ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ ആൻഡ് ബ്രോൺസ് ഒക്കെ കൊറോഷന് എക്സാമ്പിൾ ആണ്. ഇനി ടൈപ്സ് ഓഫ് കൊറോഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ ഉണ്ട്, വെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ ഉണ്ട്. ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് എൻവയോൺമെന്റ്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഒക്കെ ആയിട്ടുള്ള കോൺടാക്ട് കൊണ്ടുണ്ടാവുന്നതാണ് ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ. വെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ ആണ് കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ളത്. മെറ്റല് അക്വസ് എൻവയോൺമെന്റിൽ ഡ്രൈ കൊറോഷൻ ആണ് ഉണ്ടാവുന്നത്. ദെൻ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ എന്ന് പറയുന്നത് മെറ്റലും ഒരു കണ്ടക്റ്റിംഗ് ലിക്വിഡുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു മെറ്റലുണ്ട്, മെറ്റൽ സർഫസ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ വൺ പാർട്ട് ഓഫ് മെറ്റൽ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ ഫ്ലോ ഓഫ് ഇലക്ട്രോണിക് കറണ്ട് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് സംഭവിക്കുന്നു ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡിക് ഏരിയ. ദെൻ ആനോഡിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ആനോഡ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കൊറോഷൻ ഓഫ് ആനോഡ് സംഭവിക്കുന്നു. അപ്പോൾ എപ്പോഴും കൊറോഷൻ നടക്കുന്ന മെറ്റല് ആനോഡായിട്ടാണ് പ്രവർത്തിക്കുക. ആനോഡ് ടു കാഥോഡ് ഒരു ഇലക്ട്രോണിക് കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി ഹൈഡ്രജൻ എവല്യൂഷൻ കൊറോഷൻ ഇൻ അസിഡിക് മീഡിയം. ഇത് നടക്കുന്നത് ഹൈഡ്രജൻ ആയിട്ടുള്ള കോണ്ടാക്റ്റിലാണ്. കോണ്ടാക്ട് വിത്ത് അസിഡിക് സൊല്യൂഷൻ ഇൻ ആബ്സെൻസ് ഓഫ് സഫീഷ്യന്റ് ഓക്സിജൻ. ഓക്സിജന്റെ സഫീഷ്യന്റ് എമൗണ്ട് ഇല്ലാത്തപ്പോൾ മെറ്റലും അസിഡിക് സൊല്യൂഷനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൊറോഷൻ നടക്കുന്നത്. അയൺ, അലുമിനിയം ഒക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള കൊറോഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ അയണും
അല്ലെങ്കിൽ അലുമിനിയം നമുക്കറിയാം ഹൈഡ്രജനുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ അയൺ അലുമിനിയം ഒക്കെ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞ മെറ്റൽസ് ആണ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ അയൺ അലുമിനിയം ഒക്കെ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു, അവർക്ക് ഓക്സിഡേഷൻ നടക്കുന്നു, ആ മെറ്റൽസിന്റെ കൊറോഷൻ കാരണമാവുന്നു. ഇനി റിയാക്ഷൻ ഇതാണ്. അയൺ Fe2++ 2 ഇലക്ട്രോൺ ആവുന്നു, കാഥോഡിൽ ഹൈഡ്രജനും ഇലക്ട്രോണും കൂടി ചേർന്ന് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഓവറോൾ റിയാക്ഷൻ Fe+2H+ ഗീവ്സ് Fe2++ ഹൈഡ്രജൻ. ഇനി പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അതായത് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജൻ കഴിഞ്ഞ് വരുന്ന കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയ മെറ്റൽസിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം അവ കാഥോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആനോഡായിട്ട് മെറ്റൽ സർഫസ് പ്രവർത്തിക്കുമ്പോഴാണ് കൊറോഷൻ ഉണ്ടാവുന്നത്. അടുത്തത് ഹൈഡ്രജൻ ഇവല്യൂഷൻ കൊറോഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം. അപ്പോൾ ആൽക്കലൈൻ മീഡിയം എന്ന് പറയുമ്പോൾ ചില മെറ്റൽസ് ആൽക്കലൈൻ മീഡിയത്തിൽ സഫീഷ്യന്റ് എമൗണ്ടിന്റെ ഓക്സിജന്റെ ആബ്സെൻസിൽ വരുമ്പോഴാണ് ഹൈഡ്രജൻ ഇവല്യൂഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം സംഭവിക്കുന്നത്. അപ്പോൾ അയണിന് ഈ ഒരു കൊറോഷൻ സംഭവിക്കുന്നില്ല, കാരണം ആൽക്കലൈൻ മീഡിയത്തിൽ അയണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജന്റെക്കാളും കൂടുതലാണ്. പക്ഷേ അലുമിനിയം പോലുള്ള മെറ്റൽസിന് ഇത്തരത്തിലുള്ള കൊറോഷൻ സംഭവിക്കുന്നു. അപ്പോൾ ആനോഡിൽ അലുമിനിയം 3++3 ഇലക്ട്രോൺ ആവുന്നു, കാഥോഡിൽ 2H2O+2 ഇലക്ട്രോൺ ഗീവ്സ് H2+2OH-. അടുത്തത് ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ ഇൻ അസിഡിക് മീഡിയം. ഇത് മെറ്റൽസ് വാട്ടറുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴാണ് ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടായിരിക്കും ഇൻ അസിഡിക് ഓർ ന്യൂട്രൽ കണ്ടീഷൻസ്. റസ്റ്റിംഗ് ഓഫ് അയണിന്റെ എക്സാമ്പിൾ ആണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ. അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കൂടിയുള്ള അവസരത്തിൽ ഡിസോൾഡ് ഓക്സിജനും ഉണ്ടെങ്കിലാണ് ഈ ഒരു കൊറോഷൻ, ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ നടക്കുന്നത്. അതായത് അയണും ഓക്സിജനും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നു, Fe2+ 2 ഇലക്ട്രോണുമായിട്ട് മാറുന്നു, കാഥോഡിലെ ഓക്സിജനും ഹൈഡ്രജനും ഇലക്ട്രോണും കൂടി ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്നു. അങ്ങനെ അയണിന്റെ ഓക്സൈഡ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. Fe2+ ആദ്യം ഫോം ചെയ്യുന്നു, അത് Fe3+ ആയിട്ട് മാറുന്നു, ദെൻ Fe3+ FeOH ത്രൈസ് ഫോം ചെയ്യുന്നു, അതിനെ നമ്മൾ യെല്ലോ റസ്റ്റ് എന്ന് പറയുന്നു. ദെൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ കൊറോഷൻ പ്രോഡക്റ്റ് ബ്ലാക്ക് റസ്റ്റ് ആയിരിക്കും, Fe3O4 ആയിരിക്കും, അതാണ് ബ്ലാക്ക് റസ്റ്റ്. യെല്ലോ റസ്റ്റ് എന്ന് പറയുന്നത് FeOH ത്രൈസ്. ദെൻ ഈ റസ്റ്റ് ഫോർമേഷൻ കുറച്ച് കൂടുതലാവുമ്പോൾ പിറ്റിംഗ് കൊറോഷൻ ഉണ്ടാവും, അതായത് ഹോൾസ് ഒക്കെ വന്നിട്ട് കൊറോഷൻ നടന്ന ഹോൾസ് വന്ന് മൊത്തത്തിലുള്ള ഒരു ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റലിന് കാരണമാവുന്നു. അടുത്തത് ഓക്സിജൻ അബ്സോർപ്ഷൻ കൊറോഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം. മെറ്റൽസ് വാട്ടറുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നു, ഡിസോൾഡ് ഓക്സിജൻ ഇൻ ആൽക്കലൈൻ എൻവയോൺമെന്റിലാണെങ്കിൽ. ഇതും റസ്റ്റിംഗ് ഓഫ് അയണും ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് ഗാൽവാനിക് സീരീസ്. ഗാൽവാനിക് സീരീസ് എന്ന് പറയുന്നത് മെറ്റലിന്റെ കൊറോഷൻ ടെൻഡൻസി അനുസരിച്ച് മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഗാൽവാനിക് സീരീസ്. ഗാൽവാനിക് സീരീസിൽ മുകളിൽ വരുന്ന മെറ്റൽസിനായിരിക്കും കൊറോഷൻ ടെൻഡൻസി കൂടുതൽ. ഗാൽവാനിക് സീരീസിൽ താഴെ വരുന്ന സിൽവർ, ഗ്രാഫൈറ്റ്, ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ കൊറോഷൻ ടെൻഡൻസി കുറഞ്ഞ മെറ്റൽസ് ആയിരിക്കും. ഇലക്ട്രോകെമിക്കൽ സീരീസ് ഗാൽവാനിക് സീരീസ് തമ്മിലുള്ള വ്യത്യാസം, ഇലക്ട്രോകെമിക്കൽ സീരീസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടൈംസിൽ നമ്മുടെ മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ ഗാൽവാനിക് സീരീസ് ആ ഒരു കൊറോഷൻ ടെൻഡൻസിയുടെ ടൈംസിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതാണ്. ദെൻ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മെറ്റലിന്റെ പൊസിഷൻ ഫിക്സഡ് ആണ്, പക്ഷേ ഗാൽവാനിക് സീരീസിൽ ചിലപ്പോൾ ചേഞ്ച് വരാം. ഓക്കെ, ഇതൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തത് കാഥോഡിക് പ്രൊട്ടക്ഷൻ. മെറ്റലിനെ കൊറോഷനിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കൊറോഷൻ സംഭവിക്കുമ്പോൾ മെറ്റൽ സർഫസ് ആനോഡായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്, അപ്പോൾ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ മെറ്റൽ സർഫസിനെ ആനോഡായിട്ട് പ്രവർത്തിക്കാതെ മെറ്റൽ സർഫസ് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ മറ്റൊരു മെറ്റലിനെ നമ്മൾ ആനോഡായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്താൽ നമ്മുടെ സർഫസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ കാഥോഡിക് പ്രൊട്ടക്ഷൻ ചെയ്യാം. കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കൊറോഷനിൽ നിന്ന് മെറ്റലിനെ തടയുന്നതിന് വേണ്ടിയുള്ള വഴികളാണ്. അതിൽ ആദ്യത്തേതാണ് സാക്രിഫിഷ്യൽ ആനോഡ് പ്രൊട്ടക്ഷൻ, രണ്ടാമത്തേത് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ. സാക്രിഫിഷ്യൽ ആനോഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റൽ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റലിനെ നമ്മൾ കാഥോഡായിട്ടും, ഇതാണ് നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റൽ. ദെൻ ഒരു സാക്രിഫിഷ്യൽ മെറ്റൽ നമ്മൾ എടുക്കുന്നു, അതിനെ നമ്മൾ ആനോഡായിട്ട് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ കൊറോഷൻ മുഴുവൻ ഈ ആനോഡിന് സംഭവിക്കും, നമ്മുടെ മെറ്റൽ സേഫ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുക്കുന്ന മെറ്റൽ ഏതാണോ അതിനേക്കാൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞ മറ്റൊരു മെറ്റലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ ഈ എടുക്കുന്ന മെറ്റലിന് കൊറോഷൻ സംഭവിക്കുകയും നമ്മുടെ സേഫ് ആയിട്ടിരിക്കുന്ന മെറ്റൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ മഗ്നീഷ്യം, സിങ്ക്, അലുമിനിയം പോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞ വലിയ ചെലവില്ലാത്ത മെറ്റലുകൾ നമുക്ക് ഇത്തരത്തിൽ ആനോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ. നമുക്കറിയാം ആനോഡിൽ
മെറ്റൽ സർഫസ് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നു. അവിടെ ഒരു കറണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ടാവുന്ന കറണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിനേക്കാൾ കൂടിയ അളവിൽ കറണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ആനോഡ് ടു കാഥോഡ് ഇലക്ട്രോൺ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ആനോഡിന്റെ ഡിസ്ട്രക്ഷൻ നമുക്ക് തടയാൻ പറ്റും, അല്ലെങ്കിൽ കൊറോഷൻ തടയാൻ പറ്റും. അതാണ് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. DC സോഴ്സ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതുവഴി കറണ്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ആനോഡിലേക്കായിരിക്കും കൊടുക്കുന്നത്. അത് നമ്മുടെ ഇംപ്രസ്ഡ് നമ്മുടെ കാഥോഡിക് ആനോഡ് ടു കാഥോഡിലേക്കുള്ള ആ ഒരു കറണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെറ്റലിന്റെ മുകളിൽ മറ്റൊരു മെറ്റൽ പ്ലേറ്റ് ചെയ്യാണ് യൂസിങ് ഇലക്ട്രിസിറ്റി. അതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്വർണം പൂശുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വെള്ളി പൂശുക. അത്തരത്തിലുള്ള വില കൂടിയ മെറ്റൽസ് നമ്മൾ മറ്റൊരു മെറ്റലിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് കവർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ചെയ്യേണ്ട മെറ്റലിനെ കാഥോഡായിട്ട് എടുക്കുന്നു. ഏത് മെറ്റൽ, നമ്മൾക്കിപ്പോൾ കോപ്പർ ആണുള്ളത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സിങ്ക് ആണുള്ളത്, സിങ്കിന് മുകളിൽ കോപ്പറാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെങ്കിൽ സിങ്ക് കാഥോഡായിട്ട് എടുക്കുന്നു. ദെൻ ആനോഡ് എന്ന് പറയുന്നത് നമ്മളെ പ്ലേറ്റിംഗ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഇനർട്ട് മെറ്റീരിയലോ ഓഫ് ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോട്ട് ചെയ്യേണ്ട മെറ്റൽ ഏതാണോ അതിൻ്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കും. സിങ്കിന്റെ മുകളിൽ കോപ്പറാണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ സിങ്ക് കാഥോഡായിട്ട് എടുക്കുന്നു, കോപ്പറിന്റെ ഒരു റോഡ് എടുക്കുന്നു, ദെൻ കോപ്പർ സൾഫേറ്റിന്റെ തന്നെ സൊല്യൂഷൻ എടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ആ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല, കോപ്പർ വെച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ സിങ്കിലാണ് ചെയ്യേണ്ടതെങ്കിൽ സിങ്കിന്റെ മെറ്റൽ എടുക്കുന്നു, അതിനെ നമ്മൾ കാഥോഡ് ആക്കുന്നു, നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്നു. ദെൻ കോപ്പറിന്റെ മെറ്റലാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് കോപ്പർ സൾഫേറ്റിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നു, ദെൻ ഒരു കോപ്പർ മെറ്റലും എടുക്കുന്നു, ദെൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോപ്പർ മെറ്റലിൽ നിന്ന് കോപ്പർ 2+ 2 ഇലക്ട്രോൺസും ആയിട്ട് സൊല്യൂഷനിലേക്ക് വരുന്നു. ദെൻ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ വന്ന ഇലക്ട്രോണും കൂടി ചേർന്ന് കോപ്പർ മെറ്റലായിട്ട് നമ്മുടെ സിങ്കിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. നമുക്ക് കോട്ട് ചെയ്യേണ്ട മെറ്റലുണ്ട്, കോപ്പറുണ്ട്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിയുമ്പോൾ കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. ഇലക്ട്രോൺസും കോപ്പർ 2+ കൂടി ചേർന്ന് കോപ്പറായിട്ട് നമ്മുടെ മെറ്റലിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് ഒരു മെറ്റല് മറ്റൊരു മെറ്റലിന്റെ മേളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു പ്ലേറ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഇലക്ട്രിസിറ്റിയുടെ സ്ഥാനത്ത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഇല്ല, അതിന് പകരം നമ്മളൊരു റെഡ്യൂസിങ് ഏജന്റിനെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കോപ്പറിൻ്റെ ഒക്കെ കേസിൽ ഫോർമാൽഡിഹൈഡ് പോലുള്ള റെഡ്യൂസിങ് ഏജന്റിനെ യൂസ് ചെയ്യുക. അപ്പോൾ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റിനെ യൂസ് ചെയ്യുന്നു. മെറ്റൽ അയോൺസും റെഡ്യൂസിങ് ഏജന്റും കൂടി ചേർന്ന് മറ്റൊരു മെറ്റലിന്റെ മുകളിൽ പ്ലേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കോപ്പറിന്റെ കേസിലാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഫോർമാൽഡിഹൈഡ്, ബഫർ സൊല്യൂഷൻ, കോംപ്ലക്സിങ് ഏജന്റ് ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ കോപ്പർ 2+ 2 ഇലക്ട്രോണും കൂടി ചേർന്ന് കോപ്പർ ആവുന്നു, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിലുള്ള കോപ്പർ 2+നെ റിഡക്ഷൻ നടത്തുകയാണ് നമ്മുടെ ഫോർമാൽഡിഹൈഡ് ചെയ്യുന്നത്. അങ്ങനെ കോപ്പർ മെറ്റൽ ഉണ്ടാവുന്നു. കോപ്പർ മെറ്റൽ നമ്മൾ ഏത് മെറ്റലിന്റെ മേളിലാണോ കവർ ചെയ്യേണ്ടത് അവിടെ പോയി കവർ ചെയ്തിരിക്കുന്നു. ഇതാണ് ഇലക്ട്രോലെസ് കോപ്പർ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ.